ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബീട്രൂട്ട് പച്ചടിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി അതിനാവശ്യമായ തൈരാണ്. ഞാനിവിടെ പുളിയില്ലാത്ത നല്ല കട്ട തൈര്, അതിൻ്റെ കട്ടെല്ലാം ഉടച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇനി വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി വേണ്ടത് കടുക്, ഉലുവ, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കായപ്പൊടി, കറിവേപ്പില, ചുവന്ന മുളക്. ഇനി നമുക്കിത് ബീട്രൂട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് അതിനെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് നമുക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനായിട്ടൊരു മൂടി വെച്ച് അടച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിലായാൽ മതിയാവും. ഇനി നമുക്കിത് ആറിച്ചിട്ട് തൈരിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഞാനിവിടെ ഇളക്കി ഇത് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആറിയ ബീട്രൂട്ട് എടുത്തും തേങ്ങ എടുത്തും കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. തേങ്ങ ചേർത്ത് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല, നിർബന്ധമില്ല. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ്. തേങ്ങ ചേർക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാവും. ബീട്രൂട്ട് നമുക്ക് ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ചൂടാക്കി വറ്റിച്ചെടുക്കാം. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും തേങ്ങയും ചേർത്ത കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം തേങ്ങയിൽ എണ്ണയുള്ളതിനാൽ ഇത് നന്നായിട്ട് വഴന്ന് വന്നോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കരിയാതെ അടുക്കി പിടിക്കാതെ നോക്കണം. ഇനി ഇത് നന്നായിട്ട് ആറാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ആറി വരട്ടെ. നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. ചൂടോടെ ഇത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇത് നമുക്കിതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകട്ടെ. ഇനി നമുക്കിതിലേക്ക് കടുക്, ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക്, ഉലുവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടത് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, ചുവന്ന മുളക് ചേർത്ത് ഇളക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ടേ.